അനധികൃത സ്വത്ത് സമ്പാദന കേസ് ബാബു MLAക്ക് സമൻസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃപ്പൂണിത്തുറ MLAയും മുൻ മന്ത്രിയുമായ ബാബുവിന് കലൂർ PMLA കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ്. 2007 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ബാബു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന ED കേസിലാണ് സമൻസ്. അതേസമയം ബാബു ഇന്ന് ഹാജരായിക്കില്ല എന്നാണ് വിവരം. പകരം അഭിഭാഷകൻ ഹാജരാകും. ബാബുവിന്റെ 25 ലക്ഷത്തിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പിന്നാലെ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കേസിൽ വൈകാതെ വിചാരണ ആരംഭിച്ചേക്കും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ളതാണ് കേസ്. 2017 ജൂലൈ 1 മുതൽ 2016 ജനുവരി 25 വരെയുള്ള സമയത്ത് ബാബു വരുമാനത്തിൽ കവിഞ്ഞ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്ന വിജിലൻസ് കേസിന് പിന്നാലെയാണ് EDയും കേസെടുത്തത്. 2016 ബാബുവിനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിന് പിന്നാലെ ED രംഗത്തെത്തുകയും 2020 ജനുവരിയിൽ ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അനധികൃതമായി സമ്പാദിച്ച പണം കൊണ്ട് ബാബു സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങിയെന്നാണ് ED ആരോപിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ED കേസും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ബാബു ഇത്തവണ മത്സരിച്ചേക്കില്ലെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു.